ദൈവതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ബെഥേൽ ഗോസ്പൽ മിനിസ്ട്രീസ് ഇൻ്റർനാഷണലിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സുവിശേഷ യോഗങ്ങളുടെ സമാപന രാത്രി ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം തന്നെ ആയുസ്സിനും ആരോഗ്യത്തിനും അവസരത്തിനുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ പാസ്റ്റർ അലക്സ് മൈക്കിൾ, ബെഥേൽ ഗോസ്പൽ മിനിസ്ട്രീസിൻ്റെ കേരള റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ സാബു എബ്രഹാം, ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജിതിൻ വെള്ളക്കോട്ട്, ക്രിസ്തുവിനെ ഒത്തിരി സ്നേഹിക്കുന്ന ബഹുമാന്യനായ സന്തോഷ് പാസ്റ്റർ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പ്രൈസ് കർത്ത, അദ്ദേഹം ഈ സദസ്സിലാണ്, വേദിയിലില്ല. സന്തോഷ് പാസ്റ്ററും സദസ്സിലാണ്. മറ്റേ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാന്യരും ആദരണീയരുമായ കർത്താവിൻ്റെ ദാസന്മാർ, ശബ്ദവാഹിനിയിൽ വിവിധ ഇടങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, ആത്മപ്രചോദനങ്ങളായ അർത്ഥസമ്പുഷ്ടങ്ങളായ സംഗീത ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ സ്നേഹിതനും സഹപ്രവർത്തകനുമായ കർത്താവിൻ്റെ ദാസൻ ജോയൽ പടവത്ത്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഉച്ചഭാഷിണിയുടെ ശബ്ദ സംവിധാനം എനിക്ക് വേണ്ടി ക്രമീകരിക്കുന്ന സഹോദരങ്ങൾ, ലൈവ് ടെലികാസ്റ്റിലൂടെ സന്ദേശം ശ്രദ്ധിക്കുന്ന പ്രിയർ, എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സന്തോഷത്തോടെ ദൈവമക്കൾ അവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ തുടർമാനമായ യാത്രകൾ, വിശ്രമമില്ലാത്ത ശുശ്രൂഷകൾ കാര്യമായി എൻ്റെ ശബ്ദത്തിന് തടസ്സമുണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യത്തിനൊരല്പപ്രയാസമുണ്ട്. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തെ കൂടെ പരിഗണിച്ച് അല്പം ശാന്തമായി നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാം എന്ന് കരുതുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ഈ രാത്രിയിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ. അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ഈ ദേശത്തെ കേന്യർ, കെനീസ്യർ, കദ്മോന്യർ, ഹിത്യർ, പെരിസ്യർ, എഫായിമിയർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നല്ല വാക്യത്തിനായി നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം പഴയ നിയമ ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങളുടെ അടിത്തറകളുടെ അധ്യായമെന്നാണ് വേദപഠിതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിപ്രധാനമായ 3 പരാമർശങ്ങളോടുകൂടെ ഉൽപ്പത്തി 15 ആരംഭിക്കുന്നു. ഒന്നാമത്തെ പദപ്രയോഗം ഇതാണ്: അനന്തരം ദർശനത്തിൽ ദൈവം അബ്രാമിനോട് പറയുന്നു, അബ്രാമേ, നീ ഭയപ്പെടണ്ട. എന്താ അബ്രാമിനോട് ഭയപ്പെടണ്ടെന്ന് പറയാൻ കാരണം? 14-ാം അധ്യായം ഒരു യുദ്ധത്തിൻ്റെ അധ്യായമാണ്. പ്രബലരായ 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി അവരെയും അവർക്കുള്ളതിനെയും ഉള്ളവരെയും അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ കൊള്ളയായി പോയവരുടെ കൂട്ടത്തിൽ സോദോമിൽ പാർക്കുന്ന അബ്രാമിന്റെ സഹോദരപുത്രനായ ലോത്തുമുണ്ട്. ഓടിപ്പോകുന്ന ഒരുവൻ വന്ന് അബ്രാമിനോട് പറയുന്നു, കൊള്ളയായവരുടെ കൂട്ടത്തിൽ താങ്കളുടെ സഹോദരപുത്രനുമുണ്ട്. തനിക്കൊരു മകനില്ലാത്ത സ്ഥാനത്ത് എല്ലാമായി കരുതിയിരിക്കുന്ന ലോത്തും കൊള്ളയായി പോയവരുടെ കൂട്ടത്തിലുണ്ടെന്നറിഞ്ഞപ്പോ മുമ്പും പിമ്പും നോക്കാതെ, പ്രത്യാഘാതങ്ങൾ എന്താകുമെന്നൊരു വിലയിരുത്തലിനു മുതിരാതെ, തൻ്റെ വീട്ടിൽ പിറന്നു വീണു വളർന്ന 318 അഭ്യാസികളുമായി അവരുടെ പിറകെ പുറപ്പെടുകയാണ്. ഈ 318മായി പോയാൽ 4 പ്രബല രാജാക്കന്മാരെ, അവരുടെ ആയിരക്കണക്കിന് സൈന്യത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ എന്നൊരു വിലയിരുത്തലിനൊന്നും മുതിരാൻ നേരമില്ല. അത്ര ഊഷ്മളമാണ് സഹോദരപുത്രനോടുള്ള സ്നേഹാധിക്യം. അങ്ങനെ ഇവരുമായി പുറപ്പെട്ട് ആ 4 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി 5 രാജ്യങ്ങളെ സ്വതന്ത്രരാക്കി അവരെ സുരക്ഷിത താവളത്തിലാക്കി, ലോത്തിനെയും സുരക്ഷിത മേഖലയിലാക്കി. ആ ദൈവ മനുഷ്യൻ തൻ്റെ കൂടാരത്തിനകത്ത് വരുമ്പോഴാണ് വികാരം വിവേകത്തിന് വഴിമാറിയത്. ഇപ്പോഴും അബ്രാം ചിന്തിക്കാൻ തുടങ്ങിയത്, ദൈവമേ, ഞാൻ എന്താ കാട്ടിക്കൂട്ടിയത്? ആരെയാ താൻ പരാജയപ്പെടുത്തിയത്? അജയ ശക്തികളായി ഇതുവരെ നിലനിന്ന 4 രാജാക്കന്മാരെയാണ്. അവരെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ സഹോദരപുത്രനോടുള്ള സ്നേഹാധിക്യ നിമിത്തമാണ് ഞാൻ ഇത് ചെയ്തതെന്നൊന്നും അവർക്കറിഞ്ഞുകൂടാ.
ഞാൻ അവർക്കൊരു പേടി സ്വപ്നമായി മാറി, ഞാൻ അവരുടെ ഭീഷണിയായി മാറി, കണ്ണിലെ കരടായി മാറി. ഇനി വേറെ ഏതൊരു രാജ്യത്തെ അവരാക്രമിക്കണമെങ്കിലും അവരുടെ ഭീഷണിയായ എന്നെ ഒഴിവാക്കണം. അതുകൊണ്ട് താൻ പരാജയപ്പെടുത്തിയ 4 രാജാക്കന്മാരിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം തനിക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നോർത്ത് മാനുഷിക ഭയത്തിന്റെ തടവറക്കാരനായി തന്റെ കൊച്ചു കൂടാരത്തിനകത്ത് അബ്രാം ഇരിക്കുമ്പോൾ തന്റെ ഭക്തന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിയാവുന്ന ദൈവം ആ കൂടാരത്തിനകത്ത് ഇറങ്ങി വന്ന അബ്രാമിനോട് പറയുന്നു, അബ്രാമേ, നീ ഭയപ്പെടണ്ട. ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്ത് പറയാം, നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനം അറിഞ്ഞ് നമ്മോട് ഇടപെടാൻ അറിയാവുന്ന ഒരൊറ്റ ദൈവം, അതിന്ന് രാത്രി നാം സ്തോത്രം ചെയ്ത് ആരാധിക്കുന്ന നമ്മുടെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ആധാരം തുറന്ന ആവേശത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവരുടെ കരം ഞാനൊന്ന് കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ധാരാളം കാരണങ്ങളാൽ ഭയമുണ്ടാകാം. എന്നാൽ 2 കാരണങ്ങൾ ഞാൻ സവിശേഷതയോടെ എടുത്തിവിടെ പറയുകയാണ്. ഒന്ന്, അകാരണ ഭയമാണ്. സങ്കല്പ ലോകത്ത് ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ധാരാളം മനുഷ്യരുണ്ട്. കാര്യകാരണങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ ഇല്ലാത്തപ്പോഴും അകാരണമായി ഭയത്താൽ വേട്ടയാടപ്പെടുന്നവരുണ്ട്. ഉദാഹരണം തിരുവെഴുത്തിൽ നിന്ന് തന്നെ പറയാം. യേശു കർത്താവ് ഒരു ദിവസം തന്റെ ശിഷ്യന്മാരെ അക്കരയ്ക്ക് പോകാൻ നിർബന്ധിച്ച് പറഞ്ഞയച്ചെന്ന് പറഞ്ഞാൽ ആശയം എന്താ? പോകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വിധേയപ്പെട്ട് അവർ യാത്ര ആരംഭിച്ചു. പക്ഷേ അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി, തിര തള്ളിക്കയറാൻ തുടങ്ങി. ആ പടക് മുങ്ങുകയാണ്. തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പടകോ കരവിട്ടു പല നാഴിക ദൂരത്തായി. ഒന്നുകൂടെ പറയാം, കരയിൽ നിന്ന് ദൂരമേറെ താണ്ടി, പക്ഷെ ലക്ഷ്യസ്ഥാനത്തെത്തിയിട്ടില്ല. നമ്മുടെ ഗ്രാമീണ ഭാഷയിൽ ഇങ്ങനെ പറയാം, ഇപ്പോഴവരൊരു നടുക്കടലിലാണ്. മുൻപോട്ടും വയ്യ, പിറകോട്ടും വയ്യ. കാറ്റു വീശി അടിക്കുന്നു, തിര തള്ളിക്കയറുന്നു, ആ പടക് മുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവരുടെ മനസ്സ് നിങ്ങളൊന്ന് വായിച്ച്, തമ്പുരാനെ, ഇത് ഞങ്ങളായി ഞങ്ങളുടെ തന്നിഷ്ടത്തിന് എടുത്തു ചാടിയതല്ല, ഞങ്ങൾക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ടും അങ്ങ് ഞങ്ങളെ നിർബന്ധിച്ചു പറഞ്ഞയച്ചതാണ്. ഇതങ്ങയുടെ ഹിതമാണ്, ഇതങ്ങയുടെ നിയോഗമാണ്, ഇതങ്ങയുടെ പദ്ധതിയാണ്. അങ്ങയുടെ നിയോഗമായിരുന്നിട്ടും അങ്ങയുടെ ഹിതമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെയൊരു പ്രതിസന്ധി? ഇന്ന് രാത്രി കൃത്യവും വ്യക്തവുമായ ദൈവഹിതത്തിനും ദൈവിക നിയോഗത്തിനും ചുവടെടുത്തു വെച്ചിട്ട് പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി ജീവിതത്തിൽ വന്നു കയറി. ഇത് ദൈവഹിതമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ആശങ്കപ്പെട്ട് വച്ചകാല് തിരിച്ച് പിറകോട്ട് വച്ചാലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്ത് വന്നിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം പറയുന്നു, നിന്റെ മുമ്പിൽ വെളിപ്പെട്ട പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ദൈവഹിതത്തെയും ദൈവിക നിയോഗത്തെയും ഇട്ടെറിഞ്ഞേച്ച് പിറകോട്ട് പോകരുത്. തമ്പുരാൻ കൈമാറിയ ദൈവം തന്ന നിയോഗത്തിന്റെ അകത്ത്, ദർശനത്തിന്റെ അകത്ത് ഉറച്ചു നിന്നുകൊള്ളുക. നിന്റെ പ്രതിസന്ധിക്കെതിരെ ചലിക്കുന്ന ശക്തികളുടെ ഇടയിൽ നിനക്ക് വേണ്ടി ചലിക്കുന്ന ദൈവകരം ഇന്ന് രാത്രി താങ്കൾ കാണുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിലൂടെ ദൂത് പറയുമ്പോൾ ആധാരം തുടർന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോരാ, കരമുയർത്തി, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് ഇന്ന് രാത്രി ചിലരോട് പറയുന്നു, അവിചാരിതമായി വന്ന് കയറിയ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, അത് കണ്ടിട്ട് മനസ്സും മടുത്ത് മതിയെന്ന് പറഞ്ഞ് വച്ചകാല് പിറകോട്ട് വയ്ക്കത്തക്ക നിലയിൽ തമ്പുരാൻ തന്ന നിയോഗത്തിനനുസരിച്ച് നിനക്ക് ചലിക്കാൻ കഴിയാതെ നിന്നെ ആശയ കുഴപ്പത്തിലാക്കി മാറ്റിയ ചില ഇരുളിന്റെ ശക്തികളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ശാസിക്കുകയാണ്. കർത്താവ് ഇന്ന് രാത്രി പറയുന്നു, ആശയക്കുഴപ്പം കൂടാതെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി, ഇതിലെ പൊയ്ക്കൊള്ളുക എന്ന് നിനക്ക് ശരിയായ തലം വ്യക്തവും കൃത്യവുമായി വെളിപ്പെടുത്തി തന്ന് നിനക്ക് കൈമാറിയ നിയോഗം പൂർത്തീകരിക്കത്തക്ക നിലയിൽ നിന്നോടൊപ്പം ചലിക്കുന്ന ദൈവ സാന്നിധ്യമുണ്ടെന്ന് എത്ര പേർക്ക് തിരിച്ചറിഞ്ഞ് കർത്താവിന് സ്തോത്രം പറയാൻ കഴിയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. കർത്താവ് ഇവരെ ഇങ്ങനെ യാത്രയാക്കിയിട്ട് മലമുകളിൽ പ്രാർത്ഥിക്കാൻ തനിച്ച് കയറിപ്പോയത്. പക്ഷെ ആ പ്രതിസന്ധിയിലുണ്ടല്ലോ, ആ നിയോഗം കൊടുത്തവൻ മാറി നിന്നില്ല. ഒരു കാര്യം സത്യമാണ്, ദൈവം ഒരു കാര്യം നിയോഗം തന്നോ അത് ദൈവഹിതമായിരുന്നോ എന്നതിൻ്റെ തെളിവ് പ്രതിസന്ധിയില്ലായ്മയല്ല. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ദൈവഹിതമായിരുന്നോ എന്ന് വിലയിരുത്തുന്നത് പ്രതിസന്ധിയില്ലായ്മയാണ്. പക്ഷെ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. പ്രതിസന്ധിയില്ലായ്മയല്ല, ഒരു കാര്യം ദൈവഹിതമാണോ എന്ന് നിശ്ചയിക്കുന്നത്. ദൈവഹിതമാണെങ്കിലും പ്രതിസന്ധി ഉണ്ടാകാം. പക്ഷെ ആ പ്രതിസന്ധികളിൽ നിയോഗം തന്നവൻ മാറി നിൽക്കില്ല. ആ നിയോഗം തന്നവൻ നിനക്ക് വേണ്ടി ഇടപെടും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആധാരം തുറന്ന് തന്റെ ഇടത്തോട് ആമേൻ പറയാൻ കഴിയും? ഇന്ന് രാത്രി അഭിഷക്തന്മാരോട്, ഇന്ന് രാത്രി ദൈവജനത്തോട് ദൈവാത്മാവ് ഈ ദൂത് കൈമാറുകയാ. ദൈവത്തിന്റെ നിയോഗത്തിൽ നിലനിന്നു. ദൈവം ഇടപെടുന്നത് താങ്കളുടെ കണ്ണുകൊണ്ട് താങ്കൾ കാണും. ഇതിൽ പരമൊരു ദൈവ ശബ്ദം ഇന്ന് രാത്രി വേണോ? വിശ്വാസത്താൽ സ്തോത്രം പറയാൻ എത്ര ആധാരങ്ങളുണ്ട്, ഉയർത്താൻ എത്ര കരങ്ങളുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4-ാം യാമത്തിൽ തിരകളുടെ മേൽ ചവിട്ടി കർത്താവ് ആ പടകനെ ലക്ഷ്യമാക്കി വരികയാണ്. പക്ഷെ കർത്താവ് കടന്നു വരുമ്പോൾ ഇവർ ഭയപ്പെട്ടു. എന്താ ഇവർ ഭയപ്പെടാൻ കാരണം? അത് സങ്കല്പ ലോകത്തെ ഭയമാണ്. അവർ പറയുകയാണ് ഭൂതം വരികയാണ്. സത്യത്തിൽ ഭൂതമാണോ വരുന്നത്? എൻ്റെ രക്ഷിതാവാ വരുന്നത്. യേശു പറഞ്ഞു പേടിക്കണ്ടെന്നേ, ഇത് ഞാൻ തന്നെയാ. ഇന്ന് രാത്രി ഭക്ഷിക്കാൻ ആഹാരമുള്ളപ്പോഴും, ധരിക്കാൻ വസ്ത്രം ദൈവം തന്നിരിക്കുമ്പോഴും, കയറിക്കിടക്കാൻ വീടുള്ളപ്പോഴും, നല്ല കുടുംബം, നല്ല കുഞ്ഞുങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുള്ളപ്പോഴും ദൈവം തന്നതൊന്നും സ്വസ്ഥതയോടെ സമാധാനത്തോടെ അനുഭവിക്കാൻ കഴിയാതെ സങ്കല്പ ലോകത്ത് ദുഷ്ടശക്തികൾ ഭയത്താൽ വേട്ടയാടുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പാമ്പുകളെയും തേളുകളെയും ചവിട്ടാൻ, ശത്രുവിന്റെ സകല ബലത്തെയും കെടുത്താൻ അധികാരം തന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. നാളിതുവരെ നിന്നെ ഭയത്താൽ വരിഞ്ഞു മുറുക്കിയ ആ പൈശാചിക മേഖലയിൽ നിന്ന് സ്വർഗം നിന്നെ വിടുവിച്ച് പുറത്തെടുക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അകാരണ ഭയത്താൽ വേട്ടയാടപ്പെടുന്ന ചിലരെ ഇന്ന് രാത്രി സ്വർഗം പുറത്തെടുക്കുകയാണ്. വിശദീകരിക്കുന്നില്ല, കാരണം അവിടെ അല്ല എൻ്റെ വിഷയം. അതുകൊണ്ട് രണ്ടാമത്തേത് അകാരണ ഭയമല്ല, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാണ്. അതും തിരുവെഴുത്തിൽ നിന്ന് പറയാം. യേശു കർത്താവ് ഗദരദേശത്തിന് ഇക്കരെ വന്നു. ഇക്കരെ വന്നപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് യേശുവിനെ എതിരേറ്റ് വന്നിട്ട് പറയുക, എൻ്റെ വീട്ടിൽ വരെ ഒന്ന് വരണേ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്ന നിലയിൽ കിടക്കുക. യേശു കർത്താവ് ആ വീട്ടിലേക്ക് പോകുന്നു. ആ വീട്ടിലേക്ക് പോകുമ്പോൾ 12 വർഷമായി രക്തസ്രവത്താൽ ഭാരപ്പെടുന്നൊരു സഹോദരി, അവളുടെ അകത്ത് വിശ്വാസത്തിൻ്റെ ഒരു മുള പൊട്ടി. യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊടാൻ പറ്റിയാൽ എനിക്ക് രോഗശാന്തി ഉണ്ടാകും. എന്നെ ത്രസിപ്പിച്ചൊരാശയത്. ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ടാരെങ്കിലും സൗഖ്യമായിട്ടുണ്ടോ? ഇവളോട് ചെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, നീ ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്? എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ, എനിക്ക് രോഗം വന്നപ്പോൾ കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ടു, എനിക്ക് സൗഖ്യമുണ്ടായി, അതുകൊണ്ട് എന്നെ സൗഖ്യമാക്കിയ കർത്താവ് നിന്നെ സൗഖ്യമാക്കും. നീ പോയി വസ്ത്രത്തെ തൊടാൻ പറഞ്ഞോ? ഇല്ല. ഇന്നലകളിൽ ആർക്കും വേണ്ടി ഇങ്ങനൊരു അത്ഭുതം വെളിപ്പെട്ടിട്ടില്ല. ആരും യേശുവിൻ്റെ വസ്ത്രത്തെ തൊട്ട് സൗഖ്യമായിട്ടില്ല. ആ ഒരു അനുഭവം ആരും ഇവളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഇല്ലാതിരിക്കെ എങ്ങനെ വസ്ത്രത്തെ തൊടാൻ അവൾക്ക് കഴിഞ്ഞു? മറുപടി, അന്ന് അവളുടെ സൗഖ്യം സ്വർഗത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം കൊടുത്ത നിയോഗമാണ് ആ വസ്ത്രത്തെ തൊടാൻ അവൾക്ക് കൈമാറിയ ദൈവിക നിയോഗം. ഇന്ന് രാത്രി സ്തോത്രം പറയാം. ദൈവം തരുന്ന നിയോഗത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് ആത്മീക ശുശ്രൂഷ. ദൈവം തരുന്ന നിയോഗത്തിനനുസരിച്ച് ചലിക്കുന്നത് ക്രിസ്തീയ ജീവിതമെങ്കിൽ ഇന്ന് രാത്രി സ്വർഗം തരുന്ന നിയോഗത്തിനനുസരിച്ച് ചലിക്ക്. നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. പോരാ, ശബ്ദമുയർത്തി ആവേശത്തോടെ ദൈവത്തെ സ്തുതിക്കുക. അവിടെ ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ഇപ്പം വേണ്ടായിരുന്നു, ഇനിയിപ്പം ചെയ്തോ, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകില്ല. സ്തോത്രാഴ്ചയുടെ സമയത്ത് തന്നാലും മതിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. കരയുയർത്തി ഒരിക്കൽ കൂടി നല്ല നന്ദി പറയാമോ?
എന്നോടുള്ള നിങ്ങളുടെ കരുതലിന് ഒത്തിരി നന്ദി കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ചെന്ന് കർത്താവിൻ്റെ വസ്ത്രത്തെ തൊട്ടു. ഇവൾക്ക് അത്ഭുത സൗഖ്യം ഉണ്ടായി. ഇവൾ പേടിച്ചിങ്ങനെ നിൽക്കുക. ഉടനെ കർത്താവ് ചോദിക്കുകയാണ്, എന്നെ ആരാ തൊട്ടെ? എന്നെ ആരാ തൊട്ടത്? ഒട്ടിയും പറ്റിയും തട്ടിയും മുട്ടി ഇത്രയും പേരിങ്ങനെ നടക്കുമ്പോൾ അങ്ങേ ആരാ തൊട്ടതെന്ന് ഞങ്ങൾ എങ്ങനെ അറിയാനാ? ആ പരുവത്തിൽ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ, ആരാണ്ട് എന്നെ എങ്ങനെയോ തൊട്ടതല്ല, എന്നെ വാസ്തവമായി ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എൻ്റെ ചോദ്യം ഇതാണ്, യേശു എത്രയോ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. സൗഖ്യമാക്കിയവരോടെല്ലാം യേശു പറയുന്നത്, ഇതാരോടും പറയരുത്. ചിലരൊക്കെ പറയുമെന്ന് ബോധ്യമായപ്പോൾ ഒറ്റയ്ക്ക് അവരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അമർച്ചയായി കൽപ്പിച്ചു, ഒരക്ഷരം പോലും ഉരിയാടരുതെന്ന്. ഒന്നുകൂടെ പറയാ, തനിക്ക് സ്വർഗം കൈമാറിയ ഒരൊറ്റ മിനിസ്ട്രിയും തൻ്റെ പ്രസിദ്ധിക്കും തൻ്റെ വ്യക്തിഗത നേട്ടത്തിനും യേശു ചിലവഴിച്ചില്ല. യേശു കർത്താവിൻ്റെ ആത്യന്തിക ലക്ഷ്യം പിതാവിൻ്റെ മഹത്വമായിരുന്നു. ഇന്ന് രാത്രി പന്തലിൽ ഇരിക്കുന്ന കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് സ്തോത്രം ചെയ്ത ദൈവത്തോട് പറ, ദൈവമേ, എന്തെങ്കിലും എന്നിലൂടെ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അതെന്ത് പുകഴ്ചയ്ക്കോ എൻ്റെ പ്രശസ്തിക്കോ ആകരുത്. എൻ്റെ ജീവനാലാകട്ടെ, എൻ്റെ മരണത്താലാകട്ടെ, ഞാൻ എന്ത് കഴിച്ചാലും എന്ത് കുടിച്ചാലും ആത്യന്തിക ലക്ഷ്യം എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വം, അതിനുള്ള കൃപ എനിക്ക് തരണമെന്ന് കരമുയർത്തി സമർപ്പിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മഹത്വമെല്ലാം ദൈവത്തിനുള്ളതാണ്. അപ്പൊ യേശുവിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയായിരുന്നെങ്കിൽ ഈ സൗഖ്യമാക്കിയ ആളെ കർത്താവിന് അറിയില്ലേ? ഈ സ്ത്രീയെ അറിയില്ലേ? ഇവളുടെ രോഗമറിയാം. 12 വർഷമായ രോഗത്തിന്റെ കാലപ്പഴക്കം കർത്താവിന് അറിയില്ലേ? അറിയാം. ശമരിയ സ്ത്രീയുടെ ജീവിത ചരിത്രം മുഴുവൻ അവളെ വായിച്ചു കേൾപ്പിച്ച് കർത്താവിന് ഗലീല കടലിലൂടെ കടന്നുപോയ ആയിരക്കണക്കിന് മത്സ്യങ്ങളിൽ ഏത് മത്സ്യത്തിന്റെ വായിലാണ് ചതുർബ്രഹ്മപ്പണം ഇരിക്കുന്നതെന്ന് അറിയാവുന്ന കർത്താവ് കാട്ടത്തിയുടെ മുകളിൽ കയറി ഒളിച്ചിരിക്കുന്ന സക്കായിയെ പേര് വിളിച്ച് താഴെ ഇറക്കാൻ പറ്റുന്ന കർത്താവിന് നഥനിയേലിന്റെ ജീവിതത്തിന്റെ പരമാർത്ഥത മുഴുവൻ എല്ലാവരും കേൾക്ക വിളിച്ചു പറഞ്ഞ കർത്താവിന് ഇവളെ അറിയില്ലേ? ഇവളുടെ രോഗമറിയില്ലേ? രോഗത്തിന്റെ കാലപ്പഴക്കം അറിയില്ലേ? ഇവളുടെ പൂർവീകരെ അറിയില്ലേ? അറിയാമെങ്കിൽ ഉദ്ദേശശുദ്ധി ശരിയാണെങ്കിൽ അവൾ സൗഖ്യമായി അവൾ ആരും അറിയാതെ വീട്ടിൽ പോകട്ടെന്ന് കർത്താവ് വിചാരിച്ച പോരെ. അങ്ങനെ വിചാരിക്കാതെ എല്ലാവരുടെയും മുമ്പിൽ എന്തിനാ ഇവളെ പരസ്യമായി വെളിപ്പെടുത്തിയത്? അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം ഞാൻ പറയാം, ഇത് യായിറോസിനൊരു സന്ദേശമാ. യായിറോസേ, അടുത്തത് നീ കേൾക്കാൻ പോകുന്നത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിനക്ക് താങ്ങാൻ കഴിയാത്ത ഒരു വാർത്തയാ. പക്ഷേ ആ പ്രതിസന്ധിയുടെ നടുവിലും യേശുവിലുള്ള വിശ്വാസം നിനക്ക് കൈമോശം വരാതിരിക്കാനും കർത്താവിലുള്ള ആശ്രയബോധം നഷ്ടപ്പെടാതിരിക്കാനും നിന്നെ യേശുവിനോട് ചേർത്ത് നിർത്താനുള്ള ദൈവിക ഇടപെടലാണ് അവൾക്കുണ്ടായ രോഗശാന്തിയും അവളെ പരസ്യമായി വെളിപ്പെടുത്തിയതും. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരും ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മൾ കഴിവുകൊണ്ടൊന്നും ഇവിടെ ഇരിക്കുന്നതല്ല. ഒരു വേളയെങ്കിലും മനസ്സ് പതറാത്ത ആരാ ഇവിടെ ഉള്ളത്? എൻ്റെ ദൈവമേ, ഒരു സഭാ ചാർജും വേണ്ട, ട്രാക്ട് കൊടുത്ത് നടന്നേക്കാവുന്ന ഒരിക്കലെങ്കിലും പറയാത്ത ആരാ ഇവിടെ ഉള്ളത്? ഇറങ്ങിത്തിരിച്ചിട്ട് ഉദ്ദേശിച്ചതുപോലെ ഒന്നും അല്ലല്ലോ തമ്പുരാനെ എന്ന് ചിന്തിച്ച് വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോയാലോ എന്ന് ഹൃദയം കൊണ്ട് ആലോചിച്ചവരൊക്കെ ഇവിടെ ഇല്ലേ? പക്ഷെ എൻ്റെ ചോദ്യം, എന്താ തകരാഞ്ഞേ? എന്താ വീഴാഞ്ഞേ? എന്താ പോകാഞ്ഞേ? എന്താ നിലനിൽക്കുന്നേ? ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ തകർന്നപ്പോഴും, ഞാൻ ക്ഷീണിച്ചപ്പോഴും, എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പിന്മാറിയപ്പോഴും സാരമില്ലെന്നേ, നിനക്ക് എൻ്റെ വിളി നിന്റെ മേലുണ്ട്, എൻ്റെ പദ്ധതിയിൽ ഞാൻ നിന്നെ കണ്ടതാ, എൻ്റെ തെരഞ്ഞെടുപ്പുണ്ട് എന്ന് സ്വർഗം നടത്തിയ ഇടപെടലല്ലേ ഇന്ന് രാത്രിയും ഇതിനകത്തിരുന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ ഇടവന്നത്? അതെ, ആ ദൈവിക ഇടപെടലുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
ഹല്ലേലൂയ. ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോഴാണ് യായിറോസിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നത്. ആള് പറയുകയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കാര്യം കൈവിടപ്പെട്ടു പോയി. യായിറോസിന്റെ മുമ്പിൽ ഭയങ്കര പ്രതിസന്ധി, പർവ്വതം പോലെ പ്രതിസന്ധി. പക്ഷെ എന്റെ പൊന്നു കർത്താവ് യായിറോസിനോട് പറയുക, യായിറോസേ ഭയപ്പെടണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. യായിറോസിന്റെ ഭയം അകാരണ ഭയമല്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങൾ അവന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അവനെ ഭയപ്പെടുത്തുകയാണ്. KJ തോമസ് പാസ്റ്ററെ, എന്റെ ഭയം, ഞാൻ അനുഭവിക്കുന്ന ഭയം അകാരണ ഭയമല്ല. കാര്യകാരണങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ എന്നെ ഭയപ്പെടുത്തുകയാണ്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിനെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവൻ താങ്കളുടെ തലയിൽ കൈവച്ച് ഇന്ന് രാത്രി ദൈവ ശബ്ദം നിങ്ങൾക്ക് കൈമാറുന്നു. നീ ഭയപ്പെടണ്ട, അതിനെ പരിഹരിക്കാൻ ഞാൻ വിശ്വസ്തനാണ്, ഞാൻ ശക്തനാണ്. എത്ര പേർക്ക് ആധാരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഇടപെടുന്നു. നീ ഭയപ്പെടണ്ട. യാഥാർത്ഥ്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തിയാലും പരിശുദ്ധാത്മാവ് ഈ രാത്രി ഇടപെടുന്നു. അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ പരിഹരിക്കാൻ ശക്തനായവൻ ഈ രാത്രി പറയുന്നു, ഭയപ്പെടണ്ട. എത്ര പേർക്ക് വിശ്വാസത്താൽ സ്തോത്രം പറയാൻ കഴിയും? ഭയപ്പെടണ്ട. അപ്പൊ ഒന്ന് അബ്രാമിനോട് ദൈവം പറയുന്നു, അബ്രാമേ നീ ഭയപ്പെടണ്ട. രണ്ട്, ഞാൻ നിന്റെ പരിചയാണ്. എന്താ ഞാൻ നിന്റെ പരിചയം എന്ന് പറയാൻ കാരണം? അബ്രാമേ, നിന്റെ കൊച്ചു കൂടാരം ആ 4 രാജാക്കന്മാരെയോ ആ സൈന്യത്തിൽ നിന്നോ ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ ആക്രമണത്തെ ചെറുക്കാൻ പര്യാപ്തമല്ല. പക്ഷെ നിന്റെ 318 അഭ്യാസികളല്ല നിന്റെ സുരക്ഷിത കവചം. നിന്നെ കുറിച്ചുള്ള എൻ്റെ പദ്ധതി ഈ മണ്ണിൽ നിറവേറപ്പെട്ടു തീരുന്നിടം വരെ ഒരു ശക്തിയും നിനക്കൊരു ദോഷവും ചെയ്യാതെ എൻ്റെ സുരക്ഷിത കവചത്തിനകത്ത് പൊതിഞ്ഞു കൊണ്ടു നടക്കാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാനാണ് നിന്റെ പരിച. ഇന്ന് രാത്രി നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന പൈശാചിക ശക്തികൾ എത്ര പ്രബലമെങ്കിലും കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് അധരം കൊണ്ട് വിളിച്ചു പറ, എന്റെ തമ്പുരാൻ എന്നെ കുറിച്ചുള്ള പദ്ധതി ഈ മണ്ണിൽ നിവർത്തിച്ചു തീരുന്നിടം വരെ ഒരു ഇരുളിന്റെ ശക്തികൾക്കും ഒരു കേടും എനിക്ക് ചെയ്യാൻ കഴിയില്ല. വിശ്വാസത്താൽ അതിന് ആമേൻ പറയാൻ എത്ര പേർക്ക് അധികാരമുണ്ട്? അവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്ന്, ഭയപ്പെടേണ്ട. രണ്ട്, ഞാൻ നിന്റെ പരിച. മൂന്ന്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. എന്താ ഈ അതിമഹത്തായ പ്രതിഫലം എന്ന് പറയാൻ കാരണം? യുദ്ധം കഴിഞ്ഞ് അബ്രാം മടങ്ങി വരിക. അബ്രാം മടങ്ങി വരുമ്പോൾ സോദോം രാജാവ് ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരനാണ്. അദ്ദേഹം അബ്രാമിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സമ്പത്തെല്ലാം നിനക്ക് തരാം, പക്ഷെ ഒരു വ്യവസ്ഥ, ഈ 318 അഭ്യാസികളെ ഇങ്ങോട്ട് തരണം. സോദോം രാജാവ് എന്താ വിചാരിച്ചെന്നറിയാമോ? ഈ 318 കൊണ്ട് അബ്രഹാം 4 രാജാക്കന്മാരെ സൈന്യത്തെ തോൽപ്പിച്ചെന്ന്. അങ്ങനെ ഇവരെ കിട്ടുകയാണെങ്കിൽ 4 അല്ല 40 രാജ്യങ്ങളെ വേണമെങ്കിലും തോൽപ്പിച്ച് ഇഷ്ടം പോലെ ധനമുണ്ടാക്കാം. പക്ഷെ സോദോം രാജാവിനില്ല ൊരു വെളിപ്പാട് ശാലേം രാജാവായ മൽക്കിസദേക്കിനുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബ്രാമിനെ അപ്പവും വീഞ്ഞുമായി മൽക്കിസദേക്ക് എതിരേറ്റ് ചെന്നിട്ട് പറയുന്നൊരു പരാമർശം എൻ്റെ കണ്ണ് നനയിപ്പിച്ചിട്ടുള്ളതാണ്. അവിടെ ശാലേം രാജാവ് മൽക്കിസദേക്ക് പറയുക, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്ന ദൈവം. അബ്രഹാമിന്റെ കണ്ണ് മൽക്കിസദേക്ക് തുറക്കുക. നിന്റെ 318 അഭ്യാസ വൈദഗ്ധ്യം കൊണ്ട്, യുദ്ധമുറ കൊണ്ട് ഈ 4 രാജാക്കന്മാരെ തോൽപ്പിച്ചതല്ല. അവരുടെ മുമ്പിൽ നീയും നിന്റെ 318 ഒന്നുമില്ലായിരുന്നു. പക്ഷെ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നത് അത്യുന്നതനായ ദൈവമാണ്. ഇന്ന് രാത്രി ആവർത്തന വിരസത ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടി ആ കരങ്ങൾ മുകളിലേക്ക് ഒന്നുകൂടെ ഉയർത്തിപ്പിടിച്ചേ, എന്നിട്ട് സ്തോത്രം ചെയ്ത് പറ, ദൈവമേ, ഇന്ന് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ഇവിടം വരെ നടന്ന് കയറി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് കൊണ്ടും മിടുക്കുകൊണ്ടും യോഗ്യത കൊണ്ടും ഞാൻ വന്നതല്ലേ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ, അങ്ങ് നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്.
ഈ തിരിച്ചറിവ് അകത്തുണ്ടായിരുന്ന അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞു, നിന്റെ ഒരു ചെരുപ്പിന്റെ വാറ് പോലും ഞാൻ വാങ്ങുക. എന്താ അതിന്റെ കാരണം? നീ എന്നെ ധനവാനാക്കി എന്ന് പറയാതിരിക്കാൻ എനിക്ക് അതൊന്നും വേണ്ട. അക്കാലത്ത് സോദോം രാജാവ് മുൻപോട്ട് വെച്ച കോടികളുടെ ഓഫർ എൻ്റെ തമ്പുരാനെ പ്രതി വേണ്ടെന്ന് വെച്ച് തൻ്റെ കൊച്ചു കൂടാരത്തിനകത്ത് ആ ഭക്തൻ വന്നിരിക്കുമ്പോൾ എൻ്റെ ദൈവം പറയാം, അബ്രാമേ, എന്നെ പ്രതിയാണോ സോദോം രാജാവ് വെച്ച് നീട്ടിയ കോടികളുടെ ഓഫർ നീ വേണ്ടെന്ന് വെച്ചത്? എന്നാൽ നീ മനസ്സിലാക്കിക്കോ, ഞാൻ ആർക്കും കടക്കാരനല്ല, ഞാൻ ആർക്കും ബാധ്യതയല്ല. നിന്റെ മേലും നിന്റെ തലമുറ മേലും ഇത് നീതിയുടെ പെരുമഴയായി പെയ്യിപ്പിക്കാൻ ഞാൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാനാണ് നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഒന്ന്, ഭയപ്പെടണ്ട. രണ്ട്, ഞാൻ നിന്റെ പരിചയമാണ്. മൂന്ന്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്. ഞാനെങ്ങാനുമായിരുന്നു ഇത്രയും വാഗ്ദത്തം ദൈവം തന്നതെങ്കിൽ തുള്ളിച്ചാടി സ്വോത്രം പറഞ്ഞ് ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ അബ്രാം തിരിച്ച് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അങ്ങനെക്ക് എന്തോ തരും. അടുത്തത് എന്താണെന്ന്, അതൊരു മൊന വെച്ചുള്ള വർത്താനം. ഈ തരാമെന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? പറയുന്നതല്ലാതെ ഒന്നും നടന്നു കാണുന്നില്ലല്ലോ. ഒന്നുകൂടെ പറയാ, അങ്ങനെക്ക് എന്തോ തന്നാലും അതിൻ്റെ എല്ലാം അവകാശി ഈ ദമ്മേശക്കുകാരനായ എലിയാസറാണ്. എന്തെല്ലാം തന്നാലും അനുഭവിക്കാൻ ആളില്ലെങ്കിൽ തന്നിട്ടെന്തു ഗുണം? അതാണ് അബ്രാം ചോദിക്കുന്നത്. അപ്പൊ ദൈവം പറയാം, അബ്രാമേ, നീ കൂടാരത്തിനും വെളിയിലോട്ട് വാ, എന്നിട്ട് മുകളിലോട്ടൊന്ന് നോക്കിക്കേ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നീ കണ്ടോ? നിനക്കതിനെ എണ്ണാൻ പറ്റുമോ? എന്നാൽ നീ മനസ്സിലാക്കിക്കോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. ഹല്ലേലൂയ. അബ്രാം അത് വിശ്വസിച്ചു. ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ 15-ാം അധ്യായത്തിലെ 1-ാമത്തെ വാഗ്ദത്തം തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തം. എന്താ വാഗ്ദത്തം? നിന്റെ തലമുറകളെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാനാക്കും. കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇനി ഒരു പ്രധാന വിഷയത്തിലേക്ക് ഞാൻ കയറി. അതിനു മുമ്പ് അങ്ങ് സ്വത്രാഴ്ച എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനിടയ്ക്ക് ഒരിടവേള വേണ്ട. ആ വിഷയം ഒരല്പം ഗൗരവമായതുകൊണ്ട് അത് നിങ്ങൾക്കൊന്ന് വ്യക്തമാകപ്പെടാൻ ഇപ്പം നമുക്ക് സ്വത്രാഴ്ചയ്ക്ക് സമയത്തെ വേർതിരിക്കാം. കർത്താവ് വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പൊ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലെ 1-ാമത്തെ വാഗ്ദത്തം തലമുറകളെ കുറിച്ചുള്ള വാഗ്ദത്തം. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് തലമുറകളെ തരും. 2-ാമത്തെ വാഗ്ദത്തം അടുത്തത് തുടങ്ങിയാണ്, നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ ഈ ദേശം അവകാശമായി തന്നിരിക്കുന്നു. അപ്പൊ 2-ാമത്തെ വാഗ്ദത്തം ദേശത്തെ സംബന്ധിച്ചുള്ള വാഗ്ദത്തമാണ്. ഉടനെ അബ്രാം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, അത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഏത്? ഈ ദേശം എനിക്കും എൻ്റെ തലമുറയ്ക്കും അവകാശമായി തന്നിരിക്കുന്നു എന്ന് അങ്ങ് വാഗ്ദത്തം പറഞ്ഞല്ലോ. ആ വാഗ്ദത്തം നടക്കുമെന്ന് ഞാൻ എങ്ങനെ ഉറപ്പാക്കും? അത് ദൈവത്തെ സംബന്ധിച്ചുള്ള അവിശ്വാസമല്ല, ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. എന്താ ബോധ്യം? എബ്രായ ലേഖനം 6-ാം അധ്യായം വായിക്കേണ്ട. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമാക്കാൻ ദൈവം വാഗ്ദത്തങ്ങളോട് കൂടെ ഉറപ്പും കൊടുക്കുന്ന ദൈവമാണ്. വാഗ്ദത്ത കേൾവിക്കും വാഗ്ദത്ത നിവർത്തിക്കും ഇടയ്ക്കുള്ള ഇടവേളയിൽ വാഗ്ദത്തം കേട്ടവൻ പതറിപ്പോകാതിരിക്കാൻ വാഗ്ദത്തം കൊടുത്ത ദൈവം അവൻ ഉറപ്പും കൈമാറാറുണ്ട്. ഉടനെ അബ്രാം ദൈവത്തോട് പറയുക, ദൈവമേ, എനിക്കും എൻ്റെ തലമുറയ്ക്കും ഈ ദേശം അവകാശമായി തരാമെന്ന് അങ്ങ് വാഗ്ദത്തം പറഞ്ഞല്ലോ. അത് നിറവേറുമെന്നതിന് എനിക്കൊരു ഉറപ്പ് വേണം. അങ്ങത് നിറവേറ്റുമെന്നതിന് എനിക്കൊരു ഉറപ്പ് വേണം. ഉറപ്പ് ചോദിച്ച് അബ്രാമിനോട് ദൈവം പറയുക, എൻ്റെ വാഗ്ദത്തം ഞാൻ നിറവേറ്റുമെന്നതിന് നിനക്ക് ഉറപ്പ് വേണമല്ലേ? ഞാൻ തരാം ഉറപ്പ്. 3 വയസ്സുള്ള പശുക്കിടാവ്, 3 വയസ്സുള്ള കോലാട്, 3 വയസ്സുള്ള ആട്ടുകൊറ്റൻ കൊണ്ടുവരാൻ പറഞ്ഞു. അബ്രാം ഈ മൃഗത്തെയെല്ലാം കൊണ്ടുവന്നു. മൃഗത്തെയെല്ലാം കൊണ്ടുവന്നിട്ട് ആ മൃഗങ്ങളെയെല്ലാം ഒത്ത നടുവെ പിളർക്കുകയാണ്. നാം ഏറ്റവും അധികം ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളൊരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിച്ചു കേൾക്കണം. എന്തുകൊണ്ട് അബ്രാം ഈ മൃഗങ്ങളെ കൊണ്ടുവന്നു?
അബ്രാം ദൈവത്തോട് ചോദിക്കുന്നു, അങ്ങയുടെ വാഗ്ദത്തം നിറവേറ്റുമെന്നതിന് എനിക്കൊരു ഉറപ്പ് വേണം. ഉറപ്പ് ചോദിച്ച് അബ്രാമിനോട് പറയുക, നീ മൃഗങ്ങളെ കൊണ്ടുവരാൻ. മൃഗങ്ങളെ കൊണ്ടുവന്നിട്ട് അബ്രാം അതിനെ പിളർത്തുന്നു. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? പഴയ നിയമത്തിൽ രണ്ടു പേര് തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ, നിയമം ചെയ്യുമ്പോൾ അത് നിറവേറ്റും എന്നതിന് പല നിലയിൽ ഉറപ്പ് കൈമാറിയിരുന്നു. എല്ലാ ഉറപ്പിലേക്കും ഇന്ന് രാത്രി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഉറപ്പാണ് പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെയുള്ള ആ ഉടമ്പടി നിയമം ചെയ്യുക. അത് എടുത്തു ചാടി ആവേശത്തിൽ ചെയ്യാൻ പാടില്ല. വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധിച്ച്, വളരെ ആലോചിച്ചു വേണം അങ്ങനെ ഒരു ഉടമ്പടി ചെയ്യാൻ. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? ഏതെങ്കിലും കാരണവശാൽ ഈ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്നവനെ ഈ മൃഗത്തെ പോലെ പിളർത്തിക്കളയാം. ഒന്നുകൂടെ പറയാം, ഉടമ്പടി ചെയ്യേണ്ടുന്ന രണ്ടുപേര് രണ്ട് സൈഡിൽ നിന്ന് പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ ഊറി ഇറങ്ങി വന്ന രക്തത്തെ സാക്ഷിയാക്കി നിയമം ചെയ്യുകയാണ്. ഇത് ഞാൻ താങ്കളോട് 100% നിവർത്തിച്ചു കൊള്ളാം. ഒരു കാരണവശാലും ഞാൻ ഈ ഉടമ്പടി ലംഘിക്കില്ല. അങ്ങനെ ഉടമ്പടി ലംഘിക്കുന്ന പക്ഷം ഈ മൃഗത്തെ പോലെ പിളർത്തിക്കളയാം. അല്പം കൂടെ ഗൗരവമായി ഞാൻ പറയാം, ഈ ഉടമ്പടി ചെയ്ത് അത് ലംഘിച്ചാൽ പിന്നെ അഴിവില്ല, പിന്നെ ഭേദഗതിയില്ല. അതിന്റെ തെളിവ് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് തരാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം എന്നെടുത്തോളൂ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 18-ാമത്തെ വാക്യം. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവെ കടന്നുകൊണ്ട് എന്റെ മുമ്പാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവെ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും യെരുശലേം പ്രഭുക്കന്മാരെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തിലെ സകല ജനത്തെയും തന്നെ ഞാൻ ഏൽപ്പിക്കും. കരങ്ങൾ ഉയർത്തി ഒരു നല്ല സ്തോത്രം ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. വളരെ ശ്രദ്ധിച്ചിരിക്കുക. സിദക്കിയാവ് എന്ന് പറയുന്ന യഹൂദ രാജാവ് ആ വാണരുളുന്ന കാലം, ആസന്നമായ ബാബിലോണിയ പ്രവാസം, ആ പ്രവാസം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ദാസനായ പ്രവാചകൻ യിരെമ്യാവ് ആ പ്രവാസത്തിന്റെ കാരണം എന്താണെന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. എന്താ കാരണമെന്നറിയാമോ? ദൈവം യഹൂദന് പ്രമാണം കൊടുത്തു, 6 വർഷം ഒരു എബ്രായ അടിമയെ കൊണ്ട് വേല ചെയ്യിപ്പിക്കണം, 7ാമത്തെ വർഷം അവരെ സ്വതന്ത്രരായി വിട്ടയക്കണം. അത് ദൈവം കൊടുത്ത പ്രമാണമാണ്. പക്ഷെ പല 6 കഴിഞ്ഞിട്ടും ഇവരെ അടിമകളെ സ്വതന്ത്രരാക്കിയില്ല. ദൈവം പറഞ്ഞു, അത് പാപമാണ്, അത് അകൃത്യമാണ്, ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. ഉടനെ ഈ പ്രവചന ദൂത് കേട്ട, ദൈവത്തിന്റെ ന്യായവിധിയുടെ ശബ്ദം കേട്ട ജനത്തിന്റെ ഇടയിൽ പാപബോധമുണ്ടായി. അവർ ഈ 6 വർഷം പൂർത്തിയായ അടിമകളെ സ്വതന്ത്രരാക്കി. ഉണർവിന്റെ അത്യുച്ചകോടിയിൽ അവർ നിൽക്കുകയാണ്. അവിടെ കൊണ്ട് അവരുടെ ഉണർവിന്റെ ആവേശം കെട്ടില്ല. അവർ ദൈവാലയത്തിൽ വന്നു. ദൈവാലയത്തിൽ വന്നിട്ട് കാളക്കിടാവിനെ ഒത്ത നടുവെ പിളർത്തി. പിളർത്തപ്പെട്ട കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി അവർ ദൈവത്തോട് ഉടമ്പടി ചെയ്തു. ദൈവമേ, 6 വർഷം പൂർത്തിയായ അടിമകളെ സ്വതന്ത്രമാക്കണമെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, പക്ഷെ ഞങ്ങളത് ലംഘിച്ചു. കർത്താവേ, അങ്ങയുടെ ദാസനിലൂടെ അങ്ങ് ഞങ്ങളോട് മുന്നറിയിപ്പ് തന്നു. ഞങ്ങൾ ആ ദൂത് ഏറ്റെടുത്തു. ഞങ്ങൾ അടിമകളെ സ്വതന്ത്രമാക്കി. ഞങ്ങൾ അങ്ങയോടൊരു നിയമം ചെയ്യുകയാണ്. എന്താ ചെയ്യുന്ന നിയമം? ഇനി ഒരിക്കലും ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി അവർ ദൈവത്തോട് ഉടമ്പടി ചെയ്തു, നിയമം ചെയ്തു. ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പ്രവാസത്തിന് വിട്ടുകൊടുക്കരുത്, ഇത് ഞങ്ങൾ ആവർത്തിക്കില്ല, അങ്ങുമായി ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്നു, ഇനി ഞങ്ങൾ ഇത് ആവർത്തിക്കില്ലെന്ന്. അങ്ങനെ ഉടമ്പടി ചെയ്ത് കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് തോന്നിയത് അത് വേണ്ടായിരുന്നെന്ന്. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിട്ടുകഴിഞ്ഞപ്പോഴല്ലേ ഫറവോന് തോന്നിയത് വേണ്ടായിരുന്നു എന്ന്. ഇതുപോലെ ഇവരും ചിന്തിച്ചു, അത്ര ആവേശമൊന്നും വേണ്ടായിരുന്നു. 6 വർഷം പൂർത്തിയായി, 7ാം വർഷം സ്വതന്ത്രരായി വിട്ട എല്ലാ അടിമകളെയും അവർ തിരിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ആ ഉടമ്പടി ലംഘിച്ചപ്പോൾ എൻ്റെ ദൈവം പ്രവാചകനിലൂടെ പറയുക, കാളക്കിടാവിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ഞാനുമായി ചെയ്ത നിയമം ലംഘിച്ചവരെ ഇനി എത്ര കരഞ്ഞാലും, ഇനി എത്ര
എത്ര നിങ്ങൾ നിലവിളിച്ചാലും എന്തെല്ലാം ഉപാധി പറഞ്ഞാലും നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾക്കിനി ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെടലില്ല. ഞാൻ നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുകയാണ്. എന്താണ് അതിന്റെ ആശയം? പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി നിയമം ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല. അത് ലംഘിച്ചാൽ ലംഘിക്കുന്നവനെ മൃഗത്തെ പോലെ പിളർത്തിക്കളയാ. അബ്രാം ദൈവത്തോട് പറയുന്നു, ഈ വാഗ്ദത്തം അങ്ങ് നിറവേറ്റുമെന്നതിന് എനിക്കൊരു ഉറപ്പ് വേണം. അബ്രാമിനോട് ദൈവം പറയുക, നീ മൃഗങ്ങളെ കൊണ്ടുവാ. അബ്രാം ഒത്ത നടുവെ മൃഗങ്ങളെ പിളർത്തി. സാധാരണ രണ്ടുപേരും കൂടെ ഉടമ്പടി ചെയ്യുക. എന്നാൽ ഒരു സൈഡിൽ അബ്രാം ബോധം കെട്ട് കിടക്കുമ്പോൾ എന്നെ ആവേശത്തിന്റെ ആ മൂർധന്യാവസ്ഥയിൽ എത്തിച്ച ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആ മൃഗങ്ങളുടെ ഉടലിന്റെ നടുവിലൂടെ ഒരു കത്തുന്ന പന്തം പോയി. ആരാണ് ആ കത്തുന്ന പന്തം? അതാണ് അത്യുന്നതനായ ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം. കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അബ്രാമേ, എന്റെ വാഗ്ദത്തം ഞാൻ നിറവേറ്റുമെന്നതിന് നിനക്ക് ഉറപ്പ് വേണമല്ലേ? ഞാൻ തരാം ഉറപ്പ്. എന്താ ഉറപ്പ്? പിളർത്തപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ പോയി ആ ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്നവനെ കൊല്ലാമെന്ന് അതിന്റെ അർത്ഥമെങ്കിൽ എന്റെ വാഗ്ദത്തം ഞാൻ നിറവേറ്റുമെന്നതിന് നിനക്കെനിക്ക് തരാനുള്ള ഉറപ്പ് എന്റെ ജീവനാണ്. കരമുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഈ ആവേശം പോരാ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാ. നിനക്കും നിന്റെ തലമുറയ്ക്കും ഈ ദേശം ഞാൻ അവകാശമായി തരും. എന്നിട്ടാ പറയുന്നത്, അന്ന് യഹോവ അബ്രാമിനോട് ഒരു നിയമം ചെയ്തു. എന്ന് പിളർക്കപ്പെട്ട മൃഗത്തിന്റെ ഉടലിന്റെ നടുവിലൂടെ ഒരു കത്തുന്ന പന്തം പോയെന്ന് പറഞ്ഞിട്ടാ പറയുന്നത്, അന്ന് യഹോവ അബ്രാമിനോടൊരു നിയമം ചെയ്തു. എൻ്റെ ചോദ്യം, ഈ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനായിരുന്നോ? ഒരല്പ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് ഹൂളിയിടാൻ പോകുകയാകട്ടോ. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് മോശ മുഖാന്തരം ദൈവം മരുഭൂമിയിലൂടെ നടത്തി. സീനായ് അക്കാബ കടലിടുക്ക് വഴി കാദേശ് ബർന്നച്ചുറ്റി മോവാബ് സമഭൂമിയിലൂടെ യോർദാൻ കടന്ന് യോശുവയുടെ നേതൃത്വത്തിൽ അവര് കനാനിലെത്തി. അബ്രാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഗശ്യർ, കനാന്യർ തുടങ്ങിയ ജാതികളുടെ നാട് അവർക്ക് അവകാശമായി കിട്ടി. അവർ അളവുനൂലിട്ട് ആ ദേശം വിഭാഗിച്ചെടുത്തു. യോശുവ മരിച്ചു. ന്യായാധിപ ഭരണത്തിന് ആ രാജ്യം വഴിമാറി. ന്യായാധിപ ഭരണം മാറി, രാജകീയ ഭരണം വന്നു. ഇടയ്ക്കുള്ള ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാനങ്ങ് ബോധപൂർവ്വം വിഴുങ്ങുകയാണ്. രാജകീയ ഭരണത്തിൽ അവർ മുന്നോട്ട് പോകുന്നു. ദൈവത്തിന്റെ പ്രമാണത്തെ അവർ പുറങ്കാലുകൊണ്ട് ചവിട്ടി പുറത്താക്കി. ദൈവം എന്തെല്ലാം അരുതെന്ന് പറഞ്ഞോ അത് മുഴുവൻ അവർ ചെയ്തു കൂട്ടി. തൽഫലമായി BC 606, 598, 586 കാലഘട്ടങ്ങളിലായി ദൈവം അവരെ ബാബിലോണ്യ പ്രവാസത്തിലേക്ക് പറഞ്ഞു വിട്ടു. യോശുവയുടെ നേതൃത്വത്തിൽ അവർ പിടിച്ചെടുത്ത നാട്, ദേശം അവർക്ക് നഷ്ടപ്പെട്ടു. ശൗൽ മൂലം ആരംഭിച്ച, ശൗലിൽ തുടങ്ങി ആരംഭിച്ച ഭരണം അവർക്ക് നഷ്ടപ്പെട്ടു. അവര് ശലോമോൻ രാജാവിന്റെ കാലത്ത് പണിത മനോഹരമായ യെരൂശലേം ദൈവാലയം BC 585 അവർക്ക് നഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞ രാജ്യമില്ലാതെ, ഭൂമിയില്ലാതെ, ദൈവാലയമില്ലാതെ അവർ 70 വർഷം ബാബിലോണ്യ പ്രവാസത്തിൽ കിടന്നു. എന്നാൽ ദൈവം തന്റെ ദാസന്മാരായ യെശയ്യാവിലൂടെ, യിരെമ്യാവിലൂടെ അരുളി ചെയ്തതുപോലെ ഒന്നാം ലോകൈക സാമ്രാജ്യമായ ബാബിലോണ്യ സാമ്രാജ്യത്തെ ചരിത്രത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞിട്ട് രണ്ടാം ലോകൈക സാമ്രാജ്യമായ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ഉയർത്തിപ്പൊക്കിക്കൊണ്ടുവന്നു. അതിന്റെ സാമ്രാട്ടായ കോരേശ് യഹൂദന്മാർക്ക് അവന്റെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാൻ അനുവാദം കൊടുത്ു. അങ്ങനെ സെരുബ്ബാബേലിന്റെ, ശെയല്തീയേലിന്റെ നേതൃത്വത്തിൽ 10,000 യഹൂദന്മാർ ഇസ്രായേലിലേക്ക് മടങ്ങി വന്നു. BC 536 മുതൽ 20 പരം കൊല്ലങ്ങൾ കൊണ്ട് അവർ ആ ദൈവാലയം പുതുക്കി പണിതു. അവർക്ക് ദേശം തിരിച്ചു കിട്ടി, പക്ഷെ അവർക്ക് ഭരണം തിരിച്ചു കിട്ടിയില്ല. 200 പരം കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ ചരിത്ര സമുദായ കടലിലേക്ക് ചവിട്ടി താഴ്ത്തി മൂന്നാം ലോകൈക സാമ്രാജ്യമായ ഗ്രീക്ക് സാമ്രാജ്യം ഉയർന്നു പൊങ്ങി വന്നു. വിശദീകരിക്കുന്നില്ല. ഗ്രീക്ക് സാമ്രാജ്യം അവരെ ഭരിച്ചു. അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യം 4ആയി വിഭജിക്കപ്പെട്ടു. അവരെ അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന സിറിയൻ രാജാവിന്റെ കീഴിലേക്ക് ഞെരിഞ്ഞമർന്നു. BC 165 കിസ്ലേവ് മാസം 25-ാം തീയതി അന്ത്യോക്യസ് എപ്പിഫാനസ് സെരുബ്ബാബേലിനാൽ പുതുക്കി പണിയപ്പെട്ട യെരൂശലേം ദൈവാലയം ഭാഗികമായി തകർത്തു. അതിൽ പന്നിയെ കൊണ്ടുവന്ന് യാഗമർപ്പിച്ച് അതിനെ അശുദ്ധമാക്കി. അധികം നാൾ
കഴിയുന്നതിന് മുമ്പ് ഇവർ റോമൻ ആധിപത്യത്തിലേക്ക് മാറി. യഹൂദന്മാരെ റോമൻ സാമ്രാജ്യം ഭരിച്ചു. റോമൻ സാമ്രാജ്യം അവർക്കൊരു താൽക്കാലിക ഭരണാധികാരിയെ കൊടുത്തു. അദ്ദേഹത്തിന്റെ പേര് ആന്റിപെട്രി. അദ്ദേഹം ഒരു ഏദോമ്യൻ. അദ്ദേഹം സ്വീകരിച്ച സ്ഥാനപ്പേരാണ് വലിയ ഹെരോദ രാജാവ്. ആ ഹെരോദ രാജാവ് 46 വർഷങ്ങൾ കൊണ്ട് ആ ഭാഗികമായി അന്ത്യോക്യസ് എപ്പിഫാനസ് തകർത്ത യെരൂശലേം ദൈവാലയം മനോജ്ഞമായി പടുത്തുയർത്തി പണിതു. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. AD 70 ടൈറ്റസ് എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി, റോമൻ സൈന്യാധിപനാൽ അവരുടെ യെരൂശലേം ദൈവാലയം പൂർണ്ണമായി കത്തിച്ചാമ്പലായി. അതിന് രാത്രി വിശദീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ചരിത്രം അധികമാകാതിരിക്കാൻ ഞാൻ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. AD 70 കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദൈവാലയം മുഴുവൻ കത്തിച്ചാമ്പലായി. AD 136 അദ്രിയാൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തി പറഞ്ഞു, ഇനി ഒരൊറ്റ യഹൂദൻ പോലും പാലസ്തീനിൽ കാണാൻ പാടില്ല, കുടിയിറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ലോകത്തെവിടെല്ലാം മനുഷ്യവാസമുണ്ടോ അവിടേക്കെല്ലാം യഹൂദൻ ചിതറിയോടി. AD 136 ചിതറിയോടിയ യഹൂദന്മാരിൽ ചിലരാ നമ്മുടെ കൊച്ചിയിലുള്ള മട്ടാഞ്ചേരിയിലൊക്കെ എത്തിയത്. എവിടൊക്കെ മനുഷ്യവാസമുണ്ടോ, എവിടൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടേക്കെല്ലാം യഹൂദൻ ചിതറിയോടി. ഒരൊറ്റ യഹൂദൻ പോലും പാലസ്തീനിൽ ഇല്ലാതെ ആ ദേശം നിർജ്ജനമായി കിടന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1914 മുതൽ 18 വരെ ഒന്നാം ലോക മഹായുദ്ധം നടക്കുക. റഷ്യയുടെയും ജർമ്മനിയുടെയും നേതൃത്വത്തിൽ ലോക രാജ്യങ്ങൾ 2 ചേരികളായി തിരിഞ്ഞ് ഘോരഘോരം പോരാടുകയാണ്. ജർമ്മനി ജയിച്ചുകൊണ്ടിരിക്കുന്നു, ബ്രിട്ടൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ സർ വെയ്സ്മാൻ എന്ന യഹൂദ ശാസ്ത്രജ്ഞനോട് ഞങ്ങളെ എങ്ങനെങ്കിലും സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം TNT എന്ന സ്ഫോടക വസ്തു കണ്ടുപിടിച്ചു. അതിന്റെ പരിണിത ഫലമായി ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ വിജയത്തിന്റെ വെന്നിക്കൊടി പാറി പറപ്പിച്ചു. തൽഫലമായി ബ്രിട്ടീഷ് ഭരണാധികാരികൾ സർ വെയ്സ്മാനോട് ചോദിച്ചു, ഇതിന് പാരിതോഷികമായി നിനക്കെന്തു വേണം? വെയ്സ്മാന്റെ മറുപടി, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള, അബ്രഹാമിന്റെ കല്ലറയുള്ള, ഇസഹാക്കിന്റെ കല്ലറയുള്ള, യാക്കോബിന്റെ കല്ലറയുള്ള, യോസേപ്പിന്റെ കല്ലറയുള്ള, സാറായുടെ കല്ലറയുള്ള, റിബേക്കായുടെ കല്ലറയുള്ള, ലേയായുടെ കല്ലറയുള്ള ഇസ്രായേൽ ദേശം AD 136 ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. ആ രാജ്യം ഞങ്ങൾക്ക് തിരിച്ചു വേണം. അങ്ങനെ ബാൽഫർ വിളംബരത്തിലൂടെ യഹൂദൻ അവന്റെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ ചരിത്രത്തിൽ ദൈവം അത്ഭുത വഴി ഒരുക്കി. കരങ്ങളുയർത്തി, ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. തിരിച്ചു വന്ന യഹൂദന്റെ കഥ ഇന്ന് രാത്രി വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവനെ പാർപ്പിക്കില്ലെന്ന് അറബ് രാജ്യങ്ങൾ ശക്തമായി വാദിച്ചു. അങ്ങനെ 1939 45 വരെ രണ്ടാം ലോക മഹായുദ്ധം നടന്നു. ജർമ്മനി എന്നേക്കുമായി ലോകത്ത് പരാജയപ്പെട്ടു. പുതിയൊരു വ്യവസ്ഥിതി വന്നു. ഐക്യരാഷ്ട്ര വ്യവസ്ഥിതി ലോകത്തുടലെടുത്തു. ഐക്യരാഷ്ട്ര സഭയിൽ ഈ ചൂടേറിയൊരു ചർച്ച വന്നു. എന്താ ചർച്ച വന്നെന്നറിയാമോ? ഇസ്രായേലിനെ ഒരു രാജ്യമാക്കണമോ വേണ്ടയോ? ലോകത്തിലെ മിക്കവാറും രാജ്യങ്ങൾ പറഞ്ഞു അവർക്കൊരു രാജ്യം വേണം. പക്ഷേ ആശയക്കുഴപ്പം ഇതാ, പാലസ്തീനിൽ അവരെ രാജ്യമാക്കണോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ചുറ്റും അറബ് രാജ്യങ്ങളാ, ശത്രു രാജ്യങ്ങളാ. അവരവിടെ സുരക്ഷിതരല്ല. മാത്രമല്ല ലോകത്തിനെന്നും അത് തലവേദനയാകും. അങ്ങനെ അറബ് രാജ്യങ്ങളുടെ ഇടയ്ക്ക് യഹൂദൻ എന്ന ഇസ്രായേൽ രാജ്യത്തെ സ്ഥാപിച്ചാൽ ലോകത്തിനെന്നും അത് പ്രതിസന്ധിയാകും. നെരിപ്പോടിനകത്തൂമി നീറുന്നത് പോലെ അതൊരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത നീറിയുള്ളൊരു പ്രശ്നമാകും. അതുകൊണ്ട് യഹൂദന് രാജ്യം വേണം, പക്ഷെ പാലസ്തീനിൽ വേണ്ട. മഹാഭൂരിപക്ഷം രാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടു. ഏകദേശ ധാരണയിലെത്തി. ആഫ്രിക്കയിൽ അല്പം ഭൂമി വേർതിരിക്കുക, അവിടെ അവരെ രാജ്യമാക്കുക. അല്ലെങ്കിൽ ഫ്രാൻസിൽ അല്പം ഭൂമി വേർതിരിക്കുക, അവിടെ രാജ്യമാക്കുക. ഏകദേശം ഫ്രാൻസിൽ അവർക്കൊരു പ്രത്യേക സ്ഥലം വേർതിരിച്ച് അവിടെ രാജ്യമാക്കാൻ തീരുമാനമായി. ഫ്രാൻസിൽ തീരുമാനമായെങ്കിലും അത് നടപ്പിലായില്ല. എന്താ നടപ്പിലാകാഞ്ഞെന്നറിയാമോ? പിളർക്കപ്പെട്ട മൃഗങ്ങളുടെ ഊട്ടലിന്റെ നടുവിലൂടെ പോയി ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തന്നിരിക്കുന്നു എന്ന് എൻ്റെ ദൈവം അബ്രാമിനോട് ചെയ്ത നിയമമാണെങ്കിൽ ഐക്യരാഷ്ട്ര സഭ ഫ്രാൻസ് കൊടുക്കാൻ നോക്കിയാലും ആഫ്രിക്ക കൊടുക്കാൻ നോക്കിയാലും കാര്യം നടക്കിയല്ല. കാരണം കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയല്ല, സർവശക്തനായ ദൈവമാണ്. അതരം തുറന്ന് രാത്രി
ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ഇന്ന് രാത്രി തിരിച്ചറിയുക, സകലത്തിന്റെയും പരമാധികാരി ദൈവമാണ്. സകലത്തെയും നിയന്ത്രിക്കുന്നത് അത്യുന്നതനായ സർവശക്തനായ നമ്മുടെ ദൈവമാണ്. അങ്ങനെ 1948 മെയ് മാസം 14-ാം തീയതി ടെൽ അവീവ് തലസ്ഥാനമാക്കി ഡേവിഡ് ബെൻ ഗൂറിയോൻ എന്ന ആദ്യത്തെ പ്രസിഡന്റ്, സർ വെയ്സ്മാൻ എന്ന ആദ്യത്തെ പ്രസിഡന്റ്, ഡേവിഡ് ബെൻ ഗൂറിയോൻ എന്ന ആദ്യത്തെ പ്രധാനമന്ത്രി, നക്ഷത്ര കൊടിയടയാളം അതാണ് ദേശീയ പതാക. അത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം ചരിത്രത്തിൽ നിലവിൽ വന്നു. ഇന്ന് ലോക രാജ്യങ്ങൾക്ക് അസൂയ തോന്നുമാറ് ആർക്കും പെട്ടെന്നൊന്നും ആക്രമിക്കാൻ മനസ്സ് വരാത്ത നിലയിൽ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ട് മാത്രമേ ആ രാജ്യത്തിനെതിരെ അവരൊരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പ് നടത്തൂ. അത്രമാത്രം ലോക രാജ്യങ്ങൾക്ക് പേടി സ്വപ്നമായി അസൂയ ഉളവാകത്തക്ക നിലയിൽ തലയെടുപ്പോടെ ആ രാജ്യം നിലനിൽക്കാൻ കാരണം എന്താണെന്നറിയാമോ? ഒറ്റ മറുപടിയേ ഉള്ളൂ. മണർകാട് ദേശം ഇന്ന് രാത്രി അറിയണം അതിന്റെ കാരണം. ആ കാരണം എന്റെ ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട്. എത്ര പേർക്ക് കരവും ശബ്ദവും ഉയർത്തി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാൻ കഴിയും? എന്റെ ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഭോഷ്ക് പറയാൻ അവൻ മനുഷ്യനല്ല. അവൻ ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ്. സുവിശേഷ യോഗോ നിങ്ങൾ ഓർത്ത് കാണും. കെ.ജെ. തോമസ് പാസ്റ്റർ എന്തിനാ ഇതെല്ലാം കൂടെ പറഞ്ഞു വരുന്നു? ടെൻഷൻ അടിക്കണ്ട. ഒരു പുതിയ നിയമ സന്ദേശത്തിലേക്ക് വരാനാ. പഴയ നിയമ ഇസ്രായേലിന്റെ അക്ഷരീക കനാന്റെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമാണ്. എന്നാൽ പുതിയ നിയമസഭയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരീക മൃഗമല്ല. കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട നമ്മുടെ യേശു കർത്താവാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ. എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ രാത്രി സ്തോത്രം പറയാൻ കഴിയും? ദൈവത്തിന് നന്ദി. ആ വാഗ്ദത്തത്തിന്റെ ഉറപ്പ്, പുതിയ നിയമസഭയുടെ വാഗ്ദത്തം എന്താണ്? അതിന്റെ ഉറപ്പ് എന്താണ്? പെട്ടെന്ന് വായിച്ചു. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പ്ലീസ്. അതുനിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടുന്നതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. നിയമമുള്ളയിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. അടുത്തത്, മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. എല്ലാവരും നല്ല ആമേൻ എന്ന് പറഞ്ഞ ആ വാക്കിന് എന്താ അതിന്റെ ആശയം എന്നറിയോ? ശ്രദ്ധിച്ചു കേൾക്കണേ. പുതിയ നിയമസഭയുടെ വാഗ്ദത്തം എന്ത്? മറുപടി നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. ചാകാൻ നേരം ഇവിടെ ഇട്ടേച്ചു പോകേണ്ടുന്ന ഭൗതിക നന്മകളല്ല പുതിയ നിയമസഭയുടെ വാഗ്ദത്തം. പുതിയ നിയമസഭയുടെ വാഗ്ദത്തം നിത്യതയാണ്, നിത്യാവകാശത്തിന്റെ വാഗ്ദത്തമാണ്. എന്നോട് ചേർന്ന് തന്റെ ഇടത്തോടെ അതിന് ആമേൻ പറയാൻ മനസ്സുണ്ടെങ്കിൽ അവർ മാത്രമേ കരമുയർത്തി ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാ. ആ നിത്യതയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് എന്നാ? ഇവിടെ പറയാ, ഒരു മരണം ഉണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. ഇനി മരിച്ച ശേഷമല്ലോ നിയമം പ്രാബല്യത്തിൽ വരും. ദയാത്തേക്ക് എന്ന പദമാണ് വളരെ ശ്രദ്ധിച്ചേക്കണം. അതിന്റെ ആശയം എന്താണെന്നറിയാം? അത് വിൽപ്പത്രത്തോട് ബന്ധപ്പെട്ട. എൻ്റെ പേര് തന്നെ പറഞ്ഞേക്കാം. അപ്പം മണർകാട്ടുകാർക്ക് സങ്കടമില്ല. മണർകാട്ട് ഒരു തോമസ് ചേട്ടൻ ഉണ്ടെന്നിരിക്കട്ടെ. തോമസ് ചേട്ടന് 5 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്, 4 ആൺമക്കളുമുണ്ട്. ഓരോ മക്കൾക്കും ഓരോ ഏക്കർ വെച്ച് തോമസ് ചേട്ടൻ വീതം വെച്ച് കൊടുത്തു. അവസാനത്തെ 1 ഏക്കർ തൻ്റെ ഭാര്യയുടെയും പേര് കിടക്കുക. പക്ഷെ അദ്ദേഹം വിൽപ്പത്രം എഴുതി. അദ്ദേഹം നല്ല ഭക്തനായ വിവേകമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വിൽപ്പത്രം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, ഇത് എൻ്റെ ഏറ്റവും ഇളയ മകൻ തോമിച്ചനും കുടുംബത്തിനുമുള്ളതാണ് ഞങ്ങളുടെ മരണശേഷം. പക്ഷെ വിൽപ്പത്രം എഴുതി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാ തോമസ് ചേട്ടന് മനസ്സിലാകുന്നത് തോമിച്ചനും ഭാര്യയെ നോക്കുന്നത് അത്ര ഒക്കുന്നില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞാ വിൽപ്പത്രം എഴുതിയെന്നും പറഞ്ഞ് അധികം നിഗളിക്കണ്ട, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. മര്യാദയ്ക്ക് ഞങ്ങളെ നോക്കിയാൽ 1 ഏക്കർ നിനക്കും ഭാര്യയ്ക്കും കിട്ടും. അല്ലെങ്കിൽ ഇത് ഞങ്ങൾ തിരുത്തി എഴുതി മൂത്ത മോൻ അലക്സിന് വിട്ടു.
മൂത്ത മകൻ അലക്സിന് ഇത് എഴുതി കൊടുക്കുമെന്ന് പറഞ്ഞത് ടോമിച്ചന്റെ ഭാര്യ എടുത്തു ചാടി അമർഷം കൊണ്ട് പ്രതികരിക്കാൻ പറ്റും. ഉടനെ ടോമിച്ചൻ കണ്ണടച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ശാന്തി, വേഗവോളം നിൽക്കാമെങ്കിൽ ആറുവോളം നിൽക്കരുതോ. ഇത് നമ്മുടെ അപ്പന്റെ കാലമാണ്. ഇപ്പം മണ്ണുകാട്ട് സെന്റിന് 5 ലക്ഷം. 1 ഏക്കർ പോയിട്ട് 1 സെന്റ് മേടിക്കാൻ നമ്മളെ കൊണ്ട് നടക്കുകയില്ല. അതുകൊണ്ട് അല്പം ക്ഷമയോടെ കാത്തിരുന്നാൽ കിട്ടാൻ പോകുന്നത് 1 ഏക്കറാണ്. പ്രതിഷേധം പ്രകടിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും 1 ഏക്കറിന്റെ കാര്യം ഓർത്ത് അവൾ അങ്ങ് മൗനമായി സമ്മതിച്ച് മാറി നിന്നു. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു കേട്ടോ, നമ്മുടെ തോമസ് ചേട്ടനും ഭാര്യയും ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഇവർ സങ്കടം അഭിനയിക്കുന്നുണ്ടെങ്കിലും മനസ്സിലൊരാശ്വാസം. എന്താ ആശ്വാസം? അപ്പനും അമ്മയും മരിച്ചു, വിൽപ്പത്രം ഞങ്ങൾക്ക് ഉറപ്പായി, ഇനി ഒരലക്സും അത് തട്ടിക്കൊണ്ട് പോകാൻ. ഒരു നല്ല അമേനെന്ന് പറ. വിൽപ്പത്രം എപ്പോഴാ ഉറപ്പാകുന്നത്? വിൽപ്പത്രം എഴുതിയ ആള് മരിക്കുമ്പോഴാ. എന്താ ഇവിടെ പറയുന്നത്? ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം. ഇന്ന് രാത്രി മണർകാട് ദേശമേ, യേശുവിന്റെ ക്രൂശ് എന്താ? ക്രൂശിലൂടെയുള്ള സന്ദേശം എന്താ? ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ട്, കണ്ണുകെട്ടി തല്ലപ്പെട്ട്, മുഖത്ത് തുപ്പലേൽക്കപ്പെട്ട്, പുറമുഴുവച്ചാല് പോലെ അടിച്ചു കീറപ്പെട്ട്, ഭാരമേറിയ മരക്കുരിശും ചുമലിലെന്തി യെരൂശലേം തെരുവീഥിയിലൂടെ വീണ്ടും എണീറ്റും വീണ്ടും തടന്നു നീങ്ങി തലയോടണമെന്ന ഗോൽഗൊത്ത മലയുടെ മുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ അസ്ഥികട ബന്ധമെല്ലാം വിച്ഛേദിക്കപ്പെട്ട് മുൾക്കിരീടം ചൂടിയ തല മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് എന്റെ രക്ഷിതാവ് പ്രാണനെ വെടിയുമ്പോൾ ആ മരണത്താൽ എനിക്കൊരു കാര്യം ഉറപ്പാക്കി തന്നു. ഏതു കാര്യം? എന്റെ നിത്യത. ആ ബോധ്യമുള്ള ദൈവമക്കളുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. ആ കരവ് ശബ്ദവും ഉയർത്തി ദൈവത്തിന് നന്ദി പറയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പൗലോസ് പറയുന്നത്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും ആരിഷ്ടന്മാരത്രേ. ഇന്ന് രാത്രി പറ, യേശു ക്രിസ്തുവിന്റെ ക്രൂശും മരണം മൂലം എനിക്ക് കിട്ടിയ ഭാഗ്യം വീടല്ല, വണ്ടിയല്ല, മക്കൾ വിദേശത്ത് പോയതല്ല, അതൊക്കെ ദൈവം തന്നതാ. അതിനൊക്കെ സ്തോത്രം. അതിനേക്കാളെല്ലാം ഉപരി എൻ്റെ രക്ഷിതാവിന്റെ ക്രൂശും മരണം മൂലം എനിക്ക് കിട്ടിയ ഉറപ്പ്, ഇന്ന് രാത്രി വീണു മരിച്ചാൽ, ഇന്ന് രാത്രി കണ്ണടച്ചാൽ ചെല്ലുന്നത് എൻ്റെ നാഥന്റെ അടുക്കലാണെന്നുള്ള ഉത്തമ ബോധ്യമാണ്. യേശു ക്രിസ്തുവിൽ ആയി തീർന്നതിനാൽ മരണഭയം, ഭീതി മാറി. എത്ര സന്തോഷം! കര ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തെ സ്തുതിക്കാം. ആ തിരിച്ചറിവുണ്ടോ? ഹല്ലേലൂയ. പുതിയ നിയമസഭയുടെ വാഗ്ദത്തം നിത്യതയാണ്. അതിന്റെ ഉറപ്പ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ്. 2, പുതിയ നിയമസഭയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പെന്ത്? എബ്രായ ലേഖനം 6-ാം അധ്യായം 18 മുതൽ 20 വരെ വാക്യം ഒന്ന് വായിച്ച് ഒരു ചെറിയ വിശദീകരണം തന്ന് എൻ്റെ വാക്കുകൾ നിർത്താം. എബ്രായ ലേഖനം 6-ാം അധ്യായം 18 മുതൽ 20 വരെ. അങ്ങനെ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്കു പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. അടുത്തത്, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാം. ആ വാക്യം ലളിതവൽക്കരിച്ച് ഞാൻ ഇങ്ങനെ പറയാം. യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും യേശുവിന്റെ സ്വർഗാരോഹണവും നടക്കുന്നിടം വരെ നിത്യത മനുഷ്യന് അവ്യക്തതയുടെ കരിമ്പടം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുകയായിരുന്നു. മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, നിത്യതയെ സംബന്ധിച്ച് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നില്ല. അവ്യക്തതയുടെ കരിമ്പടം കൊണ്ട് അത് മൂടപ്പെട്ടിരുന്നു. എന്നാൽ എബ്രായ ലേഖകൻ പറയുകയാണ്, ആ അവ്യക്തതയുടെ കരിമ്പടം ഇന്നവിടെ ഇല്ല. എൻ്റെ രക്ഷിതാവ് അവ്യക്തതയുടെ കരിമ്പടത്തെ തൻ്റെ
ഉയർത്തെഴുന്നേൽപ്പിനാൽ മാറ്റിക്കളഞ്ഞു. ഇന്ന് നിത്യത, ഇന്ന് മരണാനന്തര ജീവിതം നമുക്ക് അവ്യക്തമല്ല, അത് ഉറപ്പാണ്, അത് നിശ്ചയമാണ്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഈ രാത്രി ദൈവത്തിന് നന്ദി പറയാ. ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റിയല്ല. എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ചിലരൊക്കെ ചോദിച്ചു, ഭക്തരാ കേട്ടോ, ഭയങ്കര ഭക്തരാ, അച്ഛാ സ്വർഗത്തിൽ പോകണ്ടേ? അമ്മാമേ, കർത്താവ് വരുമ്പോ പോകണ്ടേ? അല്ലെ നരകത്തിൽ പോകില്ലേ? ഉടനെ പറഞ്ഞ പക്ഷേ അതല്ല, ഇവിടെ തന്നെ. ഒരു നല്ല ആമേനെന്ന് പറഞ്ഞു. അതല്ല, ഇവിടെ തന്നെ. ഏത് സ്വർഗവും ഇവിടെ, നരകവും ഇവിടെ. നല്ലത് ചെയ്താൽ നല്ലത് ഇവിടെ കിട്ടും, മോശം കാര്യം ചെയ്താൽ മോശം കാര്യം ഇവിടെ കിട്ടും. ഇതിനപ്പുറത്തൊരു നിത്യതയെ സംബന്ധിച്ച് മനുഷ്യൻ ബോധവാന്മാരല്ല, ബോധവതികളല്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, മരിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് കോടിക്കണക്കിന് ബാക്ടീരിയ മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച് ചീഞ്ഞു നാറി മണ്ണിന് വളമായി നാം ഇവിടം കൊണ്ട് അവസാനിക്കേണ്ടവരല്ല. കുഴിമാടത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത്, സെമിത്തേരിക്കപ്പുറത്ത് നിനക്കൊരു നിത്യതയുണ്ട്, ഒരു സ്വർഗമുണ്ട്, ഒരു സ്വർഗീയ ജീവിതമുണ്ട്. അത് സ്വർഗം എനിക്ക് ഉറപ്പാക്കി തന്ന ഉറപ്പാണ്. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശുവിന്റെ സ്വർഗാരോഹണം. എത്ര പേർക്ക് സ്തോത്രം പറയാൻ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉള്ളിച്ചാടാൻ പ്രേരിപ്പിക്കുന്ന ഒരു പദവ. അവിടേക്ക് യേശു. എവിടേക്ക്? നിത്യതയിലേക്ക് യേശു. മനസ്സിലായില്ല? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി നല്ല ആമേൻ പറയാം. എബ്രായ ലേഖനം എന്താ അവിടെ സമർത്ഥിക്കുന്നത് വ്യക്തമാക്കാം. പഴയ നിയമത്തിലെ ദൈവാലയം, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ ആ ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും. എങ്ങനാ പോകുന്നേ? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം കൊണ്ട്. ആ മഹാപുരോഹിതനല്ലാതെ വേറെ ആർക്കും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമില്ല. ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ വീണു മരിച്ചാൽ ഡെഡ് ബോഡി എടുക്കാൻ പോലും ആർക്കും അകത്തു പ്രവേശനമില്ല. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതനും മാത്രം അവിടെ പ്രവേശിക്കാം. എങ്ങനെ അദ്ദേഹം പ്രവേശിക്കുന്നത്? ഈ ലക്ഷക്കണക്കിന് യഹൂദ സമൂഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അദ്ദേഹം പോകുന്നത്. അദ്ദേഹത്തിനല്ലാതെ വേറെ ആർക്കും അവിടേക്ക് പോകാൻ പറ്റില്ല. അദ്ദേഹം ഇവരെ പ്രതിനിധീകരിച്ചു പോകുകയാണ്. അതിനെ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറയുക, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ പ്രാകാരത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലം, ആ അതിവിശുദ്ധ സ്ഥലത്തെത്തി അവിടെ യഹൂദ സമൂഹത്തിന്റെ പ്രതിനിധിയായി പ്രവേശിക്കുന്നെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ ആര്? കർത്താവായ യേശുക്രിസ്തു. അക്ഷരിക പണിത ഒരക്ഷരിക ദൈവാലയത്തിലേക്കല്ല, അതിവിശുദ്ധ സ്ഥലമെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് സ്വർഗാദി സ്വർഗത്തെയാണ്. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ കൈപ്പണിയായ ദൈവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചെങ്കിൽ നമ്മുടെ മഹാപുരോഹിതൻ കൈപ്പണിയായ അതിവിശുദ്ധ സ്ഥലത്തിലല്ല, സ്വർഗാദി സ്വർഗമെന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എങ്ങനെ പ്രവേശിച്ചെന്താ? പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ മുമ്പ് കൂട്ടി പോയപ്പോൾ, മഹാപുരോഹിതൻ പ്രതിനിധിയായി പോയപ്പോൾ, നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ പ്രതിനിധിയായി പോയെന്നല്ല. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞ് മുമ്പ് കൂട്ടി. എബ്രായ ലേഖകൻ അങ്ങനല്ല പറയുന്നേ, മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചോ. ഒന്നുകൂടെ പറയാം, പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ മുമ്പ് കൂട്ടി പോയതല്ല. മുമ്പ് കൂട്ടി പോയെന്ന് പറഞ്ഞാൽ ആശയണ്ട, അദ്ദേഹം ആദ്യം പോയെന്നേ ഉള്ളൂ, പുറമെ എല്ലാവർക്കും പോകാമെന്ന. പക്ഷെ പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ മുമ്പ് കൂട്ടി പോയതല്ല, അദ്ദേഹത്തിന് മാത്രമേ പോകാൻ പറ്റൂ, പ്രതിനിധിയായിട്ടാ പോയത്. എന്നാൽ നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ പ്രതിനിധിയായി പോയെന്നല്ല, മുമ്പ് കൂട്ടി പോയി. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? എൻ്റെ യേശു പോയിടത്തേക്ക് ഇനി നമുക്കും പോകാം. എത്ര പേർക്ക് ഇന്ന് രാത്രി ആധാരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? നമ്മുടെ കർത്താവ് പോയിടത്തേക്ക് ഇനി നമുക്ക് പോകാം. നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ഞാൻ എവിടേക്ക് തന്നെ പോകുന്നു? സ്വർഗത്തിലേക്ക് തന്നെ പോകുന്നു.
അപ്പമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ജീവനുള്ള അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോയ മനുഷ്യപുത്രൻ. അങ്ങനെയാണെങ്കിൽ എൻ്റെ രക്ഷിതാവ് സ്വർഗത്തിൽ എനിക്ക് വേണ്ടി മുൻപ് കൂട്ടി പോയെന്ന് പറഞ്ഞാൽ എൻ്റെ യേശു പോയിടത്തേക്ക് ഇനി എനിക്കും പോകാം. എപ്പോൾ പോകാം? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ആധാരം തുറന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ക്രിസ്തുവിൽ മരിച്ച കോടാനുകോടി വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ കല്ലറകളെ ഭേദിച്ച് കുഴിമാടങ്ങളെ പിളർന്ന് ഉയർത്തെഴുന്നേറ്റു വരോ. ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് യേശുവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടോ. ആ ഉറപ്പുള്ളവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്ക. എല്ലാവരും ദൈവസ്ഥലം നിന്ന് എഴുന്നേറ്റിരുന്നില്ല. ഇപ്പൊ ആരാഗ്രഹം അവന്റെ വിട്ടു പോകാൻ മുന്നോട്ട് പോയി. ദൈവത്തെ കുറിച്ച് ആരും പോകരുതേ. എനിക്കറിയാൻ സമയം പോയി അറിയാം. എബ്രായ ലേഖനം 10:23 പ്രത്യാശയുടെ സ്വീകാര്യം. എല്ലാവരും ഉറക്കെ എന്നോട് ചേർന്ന് പറഞ്ഞേ, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത് പറഞ്ഞേ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണോ? അതെ, അതിൻ്റെ ഉറപ്പല്ലേ ഇന്നത്തെ ഇസ്രായേൽ എന്ന രാജ്യം, യഹൂദൻ എന്ന ജനവിഭാഗം ഇന്ന് മണ്ണിൽ നിലനിൽക്കുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം പാലസ്തീനിൽ ഉള്ളത്. എൻ്റെ ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ് എന്നതിൻ്റെ തെളിവല്ലേ. പഴയ നിയമ ഇസ്രായേലിൻ്റെ വാഗ്ദത്തത്തിൻ്റെ ഉറപ്പ് പിളർക്കപ്പെട്ട കേവലം മൃഗങ്ങളായിരുന്നു. പുതിയ നിയമസഭയുടെ വാഗ്ദത്തത്തിന്റെ ഉറപ്പ് പിളർക്കപ്പെട്ട അക്ഷരിക മൃഗമല്ല, കാൽവറിയിൽ തകർക്കപ്പെട്ട യോസേപ്പിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത എൻ്റെ യേശുവാണെങ്കിൽ ആ വാഗ്ദത്തങ്ങളിൽ എൻ്റെ ദൈവം എത്രയധികം വിശ്വസ്തനാണ്. ഏതാണ് ആ വാഗ്ദത്തം? 37-ാമത്തെ വാക്യം, എബ്രായ ലേഖനം 10:37. അറിയാവുന്നവർ ഒരുമിച്ചെന്ന് പറ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട്, എല്ലാവരും കരം ഉയർത്തി പിടിച്ച് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തു പറ. ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. യേശു മടങ്ങി വരുന്നു. ആ ഉറപ്പുള്ള ദൈവം